+1 അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഇതാ അടുത്തിട്ടുണ്ട് മക്കളെ. 25-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോണസ് പോയിന്റ് +1 ബോണസ് പോയിന്റിന് അർഹരായവർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ +1 പോകുന്ന സമയത്ത് നിങ്ങൾക്ക് SSLCക്ക് ഒരേ മാർക്ക് നേടിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിലോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ട്രീം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത്രത്തോളം വേഗം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും, അലോട്ട്മെന്റ് കിട്ടുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ബോണസ് പോയിന്റ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഈ സർവീസിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്കോ അവർ ദത്തെടുത്ത മക്കൾക്കോ 5 പോയിന്റാണ് ബോണസ് കിട്ടുക. ഇനി ജവാന്മാരുടെയോ എക്സ് സർവീസുകാരുടെയോ മക്കൾക്കും ഇതേപോലെ 3 പോയിന്റ് കിട്ടുന്നതാണ്. ഇനി NCCയിൽ 75% കുറയാത്ത അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പോൾ NCCന്റെ സർട്ടിഫിക്കറ്റും അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ നിങ്ങൾക്ക് രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ നേടിയവർക്ക് മാത്രം. ഓക്കെ, അതേപോലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കൊക്കെ എത്ര പോയിന്റ് കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് 2 പോയിന്റ് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നുണ്ട്. ഇനി A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ് സംഘത്തിന് എന്തുണ്ട് മക്കളെ? 1 പോയിന്റ് ബോണസ് ഉണ്ട്. ഇനി നിങ്ങൾ പഠിച്ച സ്കൂളിൽ, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച അതേ സ്കൂളിലാണ് നിങ്ങൾ +1 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കും 2 പോയിന്റ് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി അതേ കോർപ്പറേഷനിലാണെങ്കിൽ 2 പോയിന്റ് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ്. ഇനി അതേ താലൂക്കിലാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ബോണസ് കിട്ടുന്നതാണ്. ഇനി ഗവൺമെന്റ് ഓർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് എത്രയാണ്? 2 പോയിന്റ് കിട്ടും കേട്ടോ. പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷകൾ, അതായത് SSLC നിങ്ങൾ സെയിം നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ തന്നെ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു 3 പോയിന്റ് ബോണസ് കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് +1 ബോണസ് കിട്ടാനുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ NCCൻ്റെയോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ വേണം. അത് കൂടാതെയൊക്കെ എക്സ്ട്രാ മാർക്സ് നിങ്ങൾക്ക് ക്ലബ്ബുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇതുപോലുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം. അപ്പോൾ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.